Hello guys, welcome back to my channel. My name is Yati Krishnan and we are in our Kalakari Yati vlogs. അപ്പോൾ ഗൈസ് ഞാൻ ചില ഇംഗ്ലീഷ് LSS ക്വസ്റ്റ്യൻസും എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ LSSൻ്റെ ഇംഗ്ലീഷിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അന്നേരം ഫസ്റ്റിലുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. മീറ്റ് ഈറ്റിംഗ്. ഇപ്പൊ ഇവിടെ കുറച്ച് ഇതുണ്ട് എന്നാണ് ക്ലൂസ് ഉണ്ട്. ഇവിടെ ക്രൊക്കഡൈൽ, പാരറ്റ്, മങ്കി, പീകോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് മീറ്റ് ആരാ ഈറ്റ് ചെയ്യുന്നത്? മീറ്റ് കഴിക്കുന്നത് ആരാ? ഈ പാരഗ്രാഫില് ഈ ഒരു ക്രോക്കോഡൈലാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്രോക്കോഡൈൽ ഫസ്റ്റ് വരുന്നു. നമുക്ക് ഇവിടെ എഴുതാം ക്രോക്കോഡൈൽ. നെക്സ്റ്റ് നമുക്ക് വായിക്കാം ആപ്പിൾ ഈറ്റിംഗ്. ആപ്പിൾ ആരാണ്? ഇതിൽ നിന്ന് ആപ്പിൾ ആരാ കഴിക്കുന്നത്? നോക്കിക്കേ, യെസ്, ആപ്പിൾ മങ്കി കഴിക്കും. സാധാരണ നമ്മൾ പഠിച്ചത് എന്താണ്? ബനാന കഴിക്കുന്നത്. പക്ഷെ ഇവിടെ ബനാന കഴിക്കുന്ന ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് മങ്കി മങ്കിയായി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം ഡാൻസിങ്. ഇനി മഴ വരുമ്പം ആരാണ് ഈ കൂട്ടത്തിൽ നിന്ന് ഇതിൽ രണ്ടിൽ നിന്നും ആരാണ് ഡാൻസ് കളിക്കുന്നത് മഴ വരുമ്പോൾ? യെസ്, പീകോക്കാണ് ഡാൻസ് കളിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് പീകോക്ക്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കൂ. സ്പീക്കിംഗ്. നമ്മൾ മനുഷ്യനെ പോലെ സംസാരിക്കുന്നത് ഏതാണ്? മനുഷ്യനെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പാരറ്റ്. ഓക്കെ, എല്ലാവരും ശരിയാണ്. എല്ലാവരും പറഞ്ഞ ഉത്തരം ശരിയാണ് കേട്ടോ. ശരി, ഓക്കെ. ഇനി അടുത്ത ചോദ്യം നമുക്ക് വായിക്കാം. ഒന്നാമത്തെ ചോദ്യം നമ്മൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവണം. ഓക്കെ, ഹാപ്പിനെസ് ഉണ്ടായാലേ ഞാൻ പഠിപ്പിക്കത്തുള്ളൂ. പിന്നെ ഇനി അടുത്തത് പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്. ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റായിട്ട് സ്പെൽറ്റ് ചെയ്തത്? ഈ നാലെണ്ണത്തിൽ നിന്നും ഏതാണ് കറക്റ്റ് സ്പെൽറ്റ് ചെയ്തത്? നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ടേ, ഞാൻ ചെക്ക് ചെയ്യും. കമൻറ്റ് ബോക്സിലിടാം. ലാംഗ്വേജ്. ഇത് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ലാംഗ്വേജ് എന്നാണ് പറഞ്ഞു തന്നത്. ഇതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് എന്ന് തോന്നുന്നത്? ശരിയായ പ്രസ്താവന ഇതാണ്. നല്ല കറക്റ്റായിട്ട് സ്പെൽറ്റ് ചെയ്ത വേർഡ് ലാംഗ്വേജ് ആണ്. എന്ന് നമുക്ക് ലാംഗ്വേജ്. ഇനി അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം ഇത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ആൻ ആക്ടിവിറ്റി റിയാക്റ്റഡ് ടു കൾട്ടിവേഷൻ. ഇതിൽ നിന്ന് ഏതാണ് റിയാക്റ്റഡ്? കൾട്ടിവേഷനോട് റിയാക്റ്റഡ് ആണ്. ഫസ്റ്റ് ഡാൻസിങ് ആണ്, റൈറ്റിംഗ്, പിന്നെ ജമ്പിങ്, പിന്നെ മാനുവറിങ്. അപ്പോൾ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അന്നേരം ഡാൻസ് ചെയ്യുന്നത് പ്ലാന്റിങ്ങിനോട് എന്തെങ്കിലും സംബന്ധമുണ്ടോ? റൈറ്റ് ചെയ്യുന്നത്, ഇങ്ങനെ എഴുതുന്നത് എന്തെങ്കിലും കൾട്ടിവേഷൻ പ്ലാന്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ജമ്പ് ചെയ്യുന്നതോ, ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത്, തുള്ളുന്നതോ? ഇല്ല. ഒരു കൾട്ടിവേഷനോട് ഒരു ബന്ധവുമില്ല, പ്ലാന്റിങ്ങിനോട് ഒരു ബന്ധവുമില്ല. മാനുവറിങ് എന്ന് പറഞ്ഞാൽ വളമിടലാണ്. അന്നേരം മാനുവറിങ് ആണ് ശരിയായ ഉത്തരം.
ഇതാണ് ഉത്തരം. ഞാൻ എഴുതിയിട്ടില്ല, ഇവിടെ വരയിട്ടിനി. मिस्टेक 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 मैंने गलती. इट इज योर मिस्टेक. इट इज योर मिस्टेक. हाँ. മാനുവറി. ഓക്കെ, आई ഈ ഒരു പേജിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഹാപ്പി അല്ലേ? അല്ലേ, എല്ലാവരും ഹാപ്പി അല്ലേ? ഒന്ന് നോക്കട്ടെ എല്ലാവരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേപ്പർ എടുക്കാം. 4ാമത്തെ ചോദ്യം തൊട്ട് തുടങ്ങാം. മേക്ക് എ മീനിങ്ഫുൾ സെൻറ്റൻസ് ഫ്രം ദ ഗിവൺ വേർഡ്സ്. മീനിങ്ഫുൾ സെൻറ്റൻസ് ആക്കണം. ഇതാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഈ കഴിഞ്ഞ 3ാമത്തെ ചോദ്യം ഇച്ചിരി കടുപ്പമുള്ളതാണ് ആയിരുന്നു. പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന ചോദ്യം ബട്ടർ പോലെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. എന്നാൽ നമുക്ക് നോക്കാം. ഹർ ലുക്ക് ബോയ് ആറ്റ് ക്യൂരിയസ്ലി ദ. അപ്പോൾ ഈ കാര്യം എന്തോ ഒരു കാര്യത്തിനോട് സംബന്ധിച്ച് വരുന്ന പോലെ തോന്നുന്നുണ്ട്. എന്തെല്ലോ ബന്ധമുണ്ട് നമ്മളെ ഇംഗ്ലീഷിന്റെ പാഠഭാഗത്തിൽ. യെസ്, ഒരു പാഠമുണ്ട് അല്ലേ? ഒരു പാഠമുണ്ട് ഇങ്ങനെ. ഏതാ പാഠം എനിക്ക് ഓർമ്മയില്ല. അന്നാമ എന്ന് പറഞ്ഞിട്ടൊരു പാഠമാണ് അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഓർമ്മയുണ്ട്, എനിക്ക് മാത്രം ഓർമ്മയില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അന്നേരം ഏതെങ്കിലും സെന്റൻസ് വരുമ്പോൾ ഒരു ആള് ഫസ്റ്റ് എന്തായാലും ഫസ്റ്റ് വരും. ഇയാളെ ഏതാ? ദ. അന്നേരം ദനെ ഫസ്റ്റ് അങ്ങോട്ട് ഇടണം. ദ, ദേർ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഫസ്റ്റ് വരും. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം. നമുക്ക് ദ എഴുതി വെച്ചു. ഇനി എന്താ പറയുക? The boy. The boy. എന്നാൽ നമുക്ക് ബോയ് എന്ന് എഴുതാം. എന്താണ് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദ ഹർ ലുക്ക്ഡ് അറ്റ് ബോയ് ക്യൂരിയസ്ലി എന്നായിരിക്കില്ലല്ലോ. ഇല്ല. The boy പിന്നെ look at her. നമുക്കത് എഴുതാം. looked ഇങ്ങനെ മനസ്സിലാവത്തില്ല, എൻ്റെ ഡി എങ്ങനെയാ? looked at her curiously. happy. The bus और कार क्या होंगे? दोनों happy. खुश हो गए. Okay, curiously. The boy looked at her curiously. Very nice. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും ഉത്തരം നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സുഖത്തിൽ നമ്മൾ ഓരോന്നിൻ്റെ ഉത്തരം ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. ഇനി ഇതേ ക്വസ്റ്റ്യനിൻ്റെ ഒരു ഭാഗമാണ് ഈ മേക്ക് എ മീനിങ്ഫുൾ സെൻറ്റൻസ് ഫ്രം ദ ഗിവൺ ബിലോ ഗിവൺ വേർഡ്സ് ൻ്റെ ഭാഗം തന്നെയാണ്. ഇതാണ് എ, ഇതാണ് ബി. അന്നേരം നമുക്ക് ഇത് വെരി ഈസിയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ വളരെ വളരെ ഈസിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് നോക്കി നോക്കാവേ. എ സോങ് ലവ്ലി വാട്ട്. നമുക്ക് ഇതിന്റെ സെന്റൻസ് എല്ലാം വരുവാന്ന് നമുക്കൊന്ന് നോക്കാം. സോങ് ലവ്ലി വാട്ട് എ വരുവോ? ഇല്ല. ലവ്ലി സോങ് വാട്ട് വരുവോ? ഇല്ല. സോങ് വാട്ട് ലവ്ലി എ എന്ന് വരുവോ? ഇല്ല. നമുക്ക് എന്താ നോക്കാം. വാട്ട് എ ലവ്ലി സോങ്. ഓ, നല്ല ഭംഗിയുള്ള സോങ് ആണ്. എന്ത് ഭംഗിയുള്ള സോങ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ വാട്ട് എ ലവ്ലി സോങ് എന്നാൽ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. I am so happy to see you all. Very good. अब वो लेके आओ जो कल इंग्लिश का What a lovely अगला लेसन कल पढ़ेंगे, ठीक है? Okay. ऐसे मेरे बेटा को सबसे आगे बढ़ना है इंग्लिश में भी. What a lovely song. നല്ല ഭംഗിയുള്ള സോങ് ആണെന്ന് എ സൗണ്ട്സ് के പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് മാച്ച് ദ റിലേറ്റഡ് വേർഡ്സ്. മാച്ച് ദ റിലേറ്റഡ് വേർഡ്. ഇത് മാച്ചിങ് യോജിക്കുന്നതാണ്. ഓക്കെ, ഇത് ഇങ്ങനെ ഇങ്ങോട്ടും അങ്ങോട്ടും എല്ലാം യോജിക്കുന്നതാണ്. ഇങ്ങനെ എല്ലാം യോജിപ്പിക്കുന്നതാണ്.
എന്നാൽ നമുക്കൊന്ന് നോക്കിയേക്കാം. कर लिए थे ना हमने. മാച്ച് ദ റിലേറ്റഡ് വേർഡ്സ് ആണ്. ഓർക്കണം, ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല. ഇങ്ങനെ 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 എല്ലാം പോകും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. കിങ് ആരോട് റിലേറ്റഡ് ആണ്? പിംഗലയോടാണോ, ആ ബോയോടാണോ, അന്യായനോടാണോ, ക്രൗണിനോടാണോ? കിങ് ക്രൗൺ ഇടലുണ്ട്. കിങ് എപ്പോഴും ഒരു കിരീടം ഈ തലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്നാൽ ക്രൗണിന്റെ അർത്ഥം കിരീടം എന്നാണ്. എന്നാൽ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. നേരെ അങ്ങോട്ട് വരച്ചു വെക്കുക. ഇനി ആംഗ്രി ആരാണ്? പിംഗലയാണോ, ബോയാണോ, അന്നയാണോ? നമുക്ക് നോക്കിയാലോ. അല്ല, നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ കണ്ടത് അന്ന അല്ലേ ദേഷ്യപ്പെടുന്നത്? എന്നാ അങ്ങോട്ട് വരച്ചു വെക്കടോ. ഓക്കെ, ഇനി നോട്ടി ആരാണ്? നോട്ടി ഇപ്പൊ തോന്നുന്നുണ്ടോ പിങ്കള നോട്ടിയാണ്. പക്ഷെ ഈ ഒരു ഓപ്ഷൻ നോക്കൂ, ഹോണസ്റ്റ്. എപ്പോഴും സത്യസന്ധത പാലിക്കുന്ന ആളാണ് പിങ്കള. അന്നേരം നമുക്ക് ഈ ഹോണസ്റ്റ് ഇങ്ങനെ വരക്കാൻ പറ്റും. പിന്നെ ഈ നോട്ടി ഈ ബോയിനോട് വരക്കാൻ പറ്റും. ഓക്കെ, എന്നാ അങ്ങോട്ട് വരച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ 2 ക്വസ്റ്റ്യനും കൂടി സോൾവ് ചെയ്തിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഗുഡ്. ഓക്കെ, ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം തൊട്ട് നമ്മൾ തുടങ്ങാൻ പോകുകയാണ്. വേഗം നോക്കിയാലോ. റൈറ്റ് ദ സൂട്ടബിൾ പെയർ. ഇവിടെ ക്ലൂ ഒന്നുമില്ല. ബോയിനോട് റിലേറ്റബിൾ എന്താണ് പെയർ നോക്കിയിട്ട് അങ്ങ് മാച്ച് ചെയ്തോളൂ. എഴുതി വെക്കുക. ബോയ് ഗേൾ. ഓക്കെ, ബോയ് ആണെങ്കിൽ ഗേൾ അല്ലേ വരുക. ബോയിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഗേൾ. ഇപ്പൊ ഗേൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ചോ. ഇവിടെ ഗേൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഗേളിന്റെ ഓപ്പോസിറ്റ് ഏതാ? ബോയ്. എന്നാ ബോയിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഗേൾ. അത് അങ്ങനെ കൊടുത്തോളുക. ഗേൾ. ഇനിയിപ്പൊ പ്രിൻസ് വന്നാലോ. പ്രിൻസ് എന്ന് വെച്ചാൽ രാജകുമാരനാണെങ്കിൽ രാജകുമാരിയല്ലേ വരുക? പ്രിൻസസ്. ഓക്കെ, രാജകുമാരിനെ ഇംഗ്ലീഷിൽ പ്രിൻസസ് എന്ന് പറയും. പ്രിൻസസ് ആണെങ്കിൽ ഇനി അടുത്തത് കിങ്ങിന്റെ ഓപ്പോസിറ്റ് ഏതാ? നമ്മളിപ്പോ പറഞ്ഞു ബോയിന്റെ ഓപ്പോസിറ്റ് ഗേൾ ആണ്. എന്നാൽ ഈടെ കിങ്ങിന്റെ ഓപ്പോസിറ്റ് ക്വീൻ. സിമ്പിൾ ആണല്ലേ? ക്വീൻ. ഓക്കെ, ഇനി അടുത്തത് മാൻ ആണെങ്കിൽ ബോയിന്റെ ഓപ്പോസിറ്റ് ഗേൾ, മാനിന്റെ ഓപ്പോസിറ്റ് വുമൻ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യനും കൂടി സോൾവ് ആക്കിയിരിക്കുന്നു. ഇനി എല്ലാവരും കമൻറ്റ് ബോക്സിൽ നല്ലൊരു ഇങ്ങനെ ചിരിക്കുന്ന ഇമോജി, ഏതെങ്കിലും ചിരിക്കുന്ന ഹാപ്പി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമോജി. ഒരുപാട് ഇമോജികളുണ്ട് ചിരിക്കുന്ന ഹാപ്പി ആയിട്ടുള്ള. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു നല്ല ഇമോജി കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. 7ാമത്തെ ചോദ്യമാണ് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓഡ് വൺ ഏതാണെന്ന് വെച്ചാൽ അത് എടുക്കുക. ഏതാണ് ഇതിൽ നിന്ന് ഓഡ് വണ്ണ്? നൈറ്റിംഗേൽ. ഏതാ നൈറ്റിംഗേൽ? നൈറ്റിംഗേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറക്കുന്ന ഒരു ഇതാണ്, പക്ഷിയല്ലേ? ആ, നൈറ്റിംഗേൽ എന്ന് വെച്ചാൽ പക്ഷിയാണ്. എന്നാൽ ഇത് പക്ഷി. ഇതോ പിക്കോക്കോ. പിക്കോക്കോ ഒരു പക്ഷിയാണ്. പിന്നെ മങ്കി ഒരു മൃഗമാണ്. ഓക്കെ,
देखो P പാരറ്റോ പക്ഷി. E E N N pen. അല്ല, ഈ പക്ഷികളുടെ കൂട്ടത്തിൽ ഒരു മൃഗം എവിടുന്ന് വന്നു? മൃഗം ഏതാണ്? മങ്കിയാണല്ലേ, മങ്കി. എന്നാ ഉത്തരം കിട്ടി, അപ്പാടെ തന്നെ ഉത്തരം കിട്ടി, മങ്കി. N N hen. Hen Yeah, इधर लाइन चेंज छोड़. നമ്മളെ 7ാമത്തെ ചോദ്യവും കൂടി പാസ്സാക്കിയിരിക്കുന്നു. നമുക്ക് ഫുൾ മാർക്സ് കിട്ടാൻ പോവുകയാണ് കേട്ടാ. 8ാമത്തെ ചോദ്യം. ഫൈൻഡ് അനദർ വേർഡ് ഫോർ ദ അണ്ടർലൈൻഡ് from the sentence. रबड़ नहीं काम करती. उतार के नीचे रख ले भाई. ये खराब तो इसको बैग में रखने की. Ivan went to the forest to bring firewood. Okay, firewood bring ചെയ്യാൻ ആര് പോയി? ഇവാൻ കാട്ടിലേക്ക് പോയി. ഓക്കെ, ബ്രിങ്കിന് പകരം എന്താ, ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ, Give, huh? Bring, नहीं. पतली. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ സമയം കിട്ടിയല്ലോ. ഓക്കെ, കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ അങ്ങനെ തന്നെ ഇത് ഇങ്ങോട്ടേക്ക് എഴുതുക. അണ്ടർലൈൻ വേർഡ് മാത്രം മാറ്റിയിട്ട് I give, है ना? Take. ഓക്കെ, ഇവാൻ नहीं मिली रबड़. വെൻറ്റ് तो यही है तेरा, ये जो गैप लेती है ना, इसमें तो सारा भूल जाती है. to the forest. HEN hen. He, ये वाला ये ബ്രിങ് सही करो. ബ്രിങ് എഴുതാൻ പാടില്ലേ? ബ്രിങ്ങിന് പകരം ഒരു വാക്ക് എഴുതാനല്ല പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ വേർഡ് ഏതാ? ബ്രിങ്. അതിന് പകരം, അതേ അർത്ഥമുള്ള അതിന് പകരമുള്ള ഒരു ഏതെങ്കിലും വേർഡ് എഴുതാൻ പറയുന്നു. എന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? MAN man. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ മറക്കരുത്, ഒരിക്കലും കമന്റ് ചെയ്യാതിരിക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കളക്ട്. ഓക്കെ, കളക്ട്. ഓക്കെ, N. നമുക്ക് വാക്ക് കിട്ടിയിരിക്കുന്നു. എന്താണ്? ഇവാൻ വെന്റ് ടു ദ ഫോറസ്റ്റ് ടു കളക്ട് ഫയർവുഡ്. വെരി നൈസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കിട്ടി അല്ലേ? Den. D Den मैंने होता है शेर की गुफा. ठीक है. Den हाँ. DE Den. DEN ഓക്കെ, Den. ഇനി അടുത്തത് 8ാമത്തെ ചോദ്യത്തിന്റെ തന്നെ ബി പാർട്ട് ബി. ഇതിൽ അണ്ടർസ്റ്റാൻഡ് Bed. ഇതില് ഭയങ്കര സിമ്പിളായിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. Okay. ഇനി നമുക്ക് ഒന്ന് ഇവിടെ അണ്ടർലൈൻ ചെയ്തത് ഏതാ? इसका दिमाग खराब हो जाता है. വെരി ഫാസ്റ്റ് അല്ല, വെരി ഫാസ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. D അന്നേരം അതിന് പകരം നമുക്ക് എന്ത് വയ്ക്കാൻ കഴിയും? Bed. നിങ്ങൾ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തേ, അപ്പോഴേക്കും ഞാനിതൊന്ന് എഴുതട്ടെ. പെട്ടെന്ന് കമന്റ് ചെയ്യ്. ഓക്കെ, വേഗം പെട്ടെന്ന് കമന്റ് ചെയ്യൂ. അടുത്ത ഞാൻ വ്ളോഗിൽ പെട്ടെന്ന് കമന്റ് ചെയ്തവരെ പേര് ഞാൻ വിളിക്കും. ഓക്കെ, കമന്റ് ചെയ്യൂ. ഞാൻ മടുത്തുപോയി. ഇതിന് പകരം വരുന്ന വാക്ക് കമന്റ് ചെയ്തോ ഗൈസ്. Pen हो गया. വേഗം കമന്റ് ചെയ്യ്. അടുത്ത വ്ളോഗിൽ ഞാൻ കമന്റ് ചെയ്യുന്നവര് അടുത്ത വ്ളോഗിൽ ഞാൻ അവരെ പേര് വിളിക്കും കേട്ടോ. Men मैंने तो लिख लिया. Bell. ജയിച്ചവരെ ജയിച്ചവരെ മാത്രമല്ല, ഞാൻ അല്ലാത്തവരെ പേരും കമന്റ് ചെയ്തവരെ പേരും വിളിക്കും. എന്താണ്?
തെറ്റിയാൽ കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ അടുത്ത വ്ളോഗിൽ എന്ത് ചെയ്യും, നിങ്ങൾ പേര് വിളിക്കും. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇത് കാണേണ്ട സമയമായി. വേഗം കമൻറ്റ് ചെയ്യൂ. കമൻറ്റ് ചെയ്തില്ലേ? ഓക്കെ, കമൻറ്റ് ചെയ്തില്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തോളൂ. പിന്നെ നമുക്ക് ഇവിടെ ഉത്തരമായിട്ടുള്ളത് സ്വിഫ്റ്റ്ലി. जल GEL. जल बस एक ही आएगा जल. फिर क्या होगा? ई साउंड वर्ड्स बताइए यति और 3 अक्षर वाले. कौन से ई पेन टेन वगैरह ना? हाँ. मुझे नहीं पता, मैं अभी ये कर रही हूँ. स्विफ्टली. ओके, स्विफ्ट ടി അല്ലേ, എഫ് ആണ് ഇത്. സ്വിഫ്റ്റ്ലി. लेड LED. അയ്യോ, എഴുതാനേ പറ്റുന്നില്ല ക്യാമറ പിടിച്ചിട്ട്. ഓക്കെ, അങ്ങനെ തന്നെ നമ്മൾ ഈ സിയിൽ എഴുതിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളത് പോലെ തോന്നുന്നു ഇല്ലേ? എന്നാൽ നമുക്ക് നോക്കാം സിമ്പിൾ ആണോ അല്ലയോ എന്ന് ഇപ്പോൾ അറിയാലോ. A fat boy jumped at her paperboard. ജംപ്ഡിന് പകരം എന്ത് യൂസ് ചെയ്യാൻ നമുക്ക്? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാ. നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യണം അറിയുമെങ്കിൽ, അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമേ. കമൻറ്റ് ചെയ്തേ പറ്റൂ. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആരൊക്കെയാണോ കമൻറ്റ് ചെയ്തത് അവരെയൊക്കെ പേര് ഞാൻ വിളിക്കും. ഓക്കെ. റൈറ്റ് ആൻസർ കമൻറ്റ് ചെയ്തവരെ പേര് മാത്രമൊന്നുമല്ല, കമൻറ്റ് ചെയ്ത ആളെ പേര് ഞാൻ അടുത്ത വ്ളോഗിൽ വിളിക്കും. ഞാൻ എന്തായാലും മറക്കില്ല കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, മെല്ലെ കമൻറ്റ് ചെയ്യൂ. ഞാനിങ്ങനെ അല്ല, വേഗം കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞാൻ വേഗം ഒന്ന് എഴുതട്ടെ. ക്യാമറ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ജമ്പ് വേണ്ട. ഓക്കെ, എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടല്ലോ, നിങ്ങൾ കമൻറ്റ് ചെയ്തല്ലോ. ചെയ്തില്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്ക് നോക്കാം. ഈ ജംപ്ഡിന് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ജംപ്ഡിന് പകരമായിട്ട് നമുക്ക് ഏത് വേർഡ് കിട്ടും? പൗൺസ്ഡ്. मुर्गी. पाउंस्ड. आगे मैन. मैन मैंने MEN. मैन मैंने बहुत सारा. पाउंस्ड MAN. मैन मैंने एक आदमी. MEN मैन मैंने बहुत सारे आदमी. मैन एक at her. MEN बहुत सारे आदमी. Pounced at her paper board. Okay, paper board. हाँ, डेन मैंने DEN. डेन मैंने शेर की गुफा. डन. ये वाला पढ़ा था ना? डन. B A D. ഇതിനെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല ക്യാമറ പിടിച്ചിട്ട് ഗൈസ്, തീരെ എഴുതാൻ പറ്റുന്നില്ല. BE. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനായ 9ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയിരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം ഞാൻ ഈ വീഡിയോ തീർക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, അന്നേരം നമുക്ക് ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങാം. എന്താണ് ക്വസ്റ്റ്യൻ? പെയർ ദ ഫോളോയിങ് വേർഡ്സ്. ഇതിന് മാച്ച് ചെയ്യണം, ഇങ്ങനെ യോജിപ്പിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? എന്നാ നമുക്ക് സ്കേറി ആകുമ്പോൾ, നമ്മൾ അഫ്രൈഡ് ആകുമ്പോൾ, നമ്മൾ പേടിച്ച് പോകുമ്പോൾ നമ്മൾ എന്ത് റിയാക്ട് ആണ് ചെയ്യുന്നത്? സ്ക്രീം ആണ് ചെയ്യുന്നത്, ലാഫ് ആണ് ചെയ്യുന്നത്, ഷൗട്ട് ആണ് ചെയ്യുന്നത്, ക്രൈ ആണ് ചെയ്യുന്നത്? ഓബ്വിയസ്ലി നമ്മൾ സ്കേറി ആകുമ്പോൾ സ്ക്രീം ചെയ്യും. സ്ക്രീം എന്ന് വെച്ചാൽ നിലവിളിക്കും.
എന്തിനു നിലവിളക്കും? പേടിച്ചിട്ട് നിലവിളക്കും അല്ലേ? पता है ना क्या होता है जेल? ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻ കേസ് വിചാരിച്ചോ, നിങ്ങൾ പിറകിൽ കുറേ ഡോഗ് ഓടുകയാണ്, നിങ്ങളെ പിറകിൽ കുറേ പട്ടികൾ ഓടുകയാണ്. അന്നേരം നിങ്ങൾക്കൊരു പേടി ഉണ്ടാവില്ലേ? നിങ്ങൾ അന്നേരം എന്താ ചെയ്യുക? लेड എന്താണ് धातु ഈ കരയുകയും ചെയ്യും. പക്ഷെ കരയുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? Bed. हम शर्त लगाते हैं നിലവിളിക്കും. 20 रुपए की मैं जीतूंगा तू जीतेगा बेट शर्त लगाने को बोलते हैं बेट Bed. अभी ഓക്കെ, वर्ड याद है നിലവിളിക്കുക, പേടിച്ച് നിലവിളിക്കുകയാണ്. അന്നേരം ഇനി അടുത്തതാണ് ഹാപ്പി. लेग मैंने ഹാപ്പി ആകുമ്പോൾ നമ്മൾ ക്രൈ അല്ലേ ചെയ്യൂ അല്ലേ? അല്ലേ? അല്ല, നമ്മൾ ഷൗട്ട് അല്ലേ ചെയ്യുക? അല്ല, നമ്മൾ ലാഫ് ചെയ്യും. ഞാനെല്ലാം അങ്ങനെ തന്നെയാണ്. शाबाश लेग ഞാൻ ഹാപ്പി ആണെങ്കിൽ എപ്പോൾ ലാഫ് ചെയ്യും. സാഡ് ആണെങ്കിലോ? അല്ല, ഞാൻ ആംഗ്രി ആണെങ്കിൽ ഞാൻ ഷൗട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആംഗ്രി ആണെങ്കിൽ ഞാൻ ഷൗട്ട് ചെയ്യും. നിങ്ങൾ ഷൗട്ട് ചെയ്യില്ലേ? യെസ്, എല്ലാവരും ഷൗട്ട് ചെയ്യും. ഇനി അടുത്തത് സാഡ്. സാഡ് ആകുമ്പോഴോ ഫൈനലി ക്രൈ ചെയ്യും. നമ്മൾ ഇങ്ങനെ സാഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കരയൂലേ? കരയും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ബൈ ബൈ പറയാൻ പോവുകയാണ്. എല്ലാവരോടും എൻ്റെ ക്യൂട്ട് ബൈ ബൈ കേട്ടോ. ഇനി ഓർമ്മിക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അടുത്ത വ്ളോഗിൽ നിങ്ങളുടെ പേര് ഞാൻ വിളിക്കുന്നതാണ്. ഓക്കെ, ബൈ ബൈ.